ഈ സ്മാർട്ട് അഡ്വൈസസ് ആണ് ഇപ്പോൾ പറയുന്നത് അല്ലേ. ആ സ്മാർട്ട് അഡ്വൈസസിൽ നമ്മൾ കൊടുക്കുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ് എങ്കിലും രോഗികൾക്കത് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കണം, മെഷർ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ മെഷർ ചെയ്യാൻ സാധിക്കുന്നതാണ് വെയിറ്റ്, ബ്ലഡ് പ്രഷർ, ഗ്ലൂക്കോസ്. അപ്പോൾ വീട്ടിൽ യന്ത്രങ്ങൾ വാങ്ങിച്ച് ഇതൊക്കെ മെഷർ ചെയ്യാം. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഉപദേശങ്ങളാണ് എങ്കിൽ, രോഗികൾ സ്വീകരിക്കുന്ന ഉപദേശങ്ങളാണെങ്കിലും ഇത് റിയലിസ്റ്റിക് ആയിരിക്കണം, അത് അവർക്ക് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം അല്ലേ. നമുക്ക് അത് രോഗികൾ, എനിക്ക് തോന്നുന്നത് ഡോക്ടറോട് തുറന്ന് പറയണം, ഡോക്ടർ ഈ പറയുന്ന കാര്യമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് സാധിക്കുന്ന കാര്യങ്ങളല്ല, എനിക്കതിനുള്ള സാമ്പത്തിക ശേഷിയില്ല, അല്ലെങ്കിൽ എനിക്കതിനുള്ള കുടുംബ സാഹചര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് സാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലേ. അത് ഇതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ റിയലിസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും? സാർ, ഈ പോയിന്റ് പറയുമ്പോഴത്തേക്കും ഈ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന നമ്മളുടെ ഗൈഡ് ലൈനിലെ റെക്കമെൻഡേഷൻസ് തന്നെയാണ് സാർ ഉദ്ദേശിച്ചതെന്നും എനിക്ക് മനസ്സിലായി. കാരണം രോഗിയെ പരിഗണിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ചികിത്സാ നിർദ്ദേശങ്ങൾ പോകേണ്ടത്. പേഷ്യന്റ് സെന്റേർഡ് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നുള്ളൊരു ടേം തന്നെ. അതെ, പേഷ്യന്റ് സെന്റേർഡ് അല്ലേ, അതിൻ്റെ ഷെയർ ഡിസിഷൻ. അതായത് ഇപ്പം ഈ കൂട്ടത്തിൽ ഞാനാണ് രോഗിയെങ്കിൽ അരുൺ ശങ്കർ എന്ന് പറയുന്ന ഡോക്ടറും ഗീതു എന്ന് പറയുന്ന ഡയറ്റീഷ്യനും എഡ്യൂക്കേറ്ററും കൂടെ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നതാണോ, മരുന്നുകൾ എനിക്ക് സാധിക്കുന്നതാണോ, എക്സസൈസ് എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയുകയാണ് എനിക്ക് സാധിക്കില്ല. അപ്പോൾ എനിക്ക് സാധിക്കുന്ന വിധത്തിൽ നിങ്ങളത് മാറ്റിത്തരും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചേർന്ന് എടുക്കുന്ന ഡിസിഷനാണ് ഡോക്ടർ അരുൺ ശങ്കർ പറഞ്ഞ പേഷ്യൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ച്, ഷെയർ ഡിസിഷൻ മേക്കിംഗ്. അപ്പം രോഗിക്ക് അത് ചെയ്യാൻ കഴിയണം. അത് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിവ്യൂ നമ്മൾ നടത്തണം. ആ ചികിത്സ അല്ലെങ്കിൽ തീരുമാനം സക്സസ്ഫുള്ളായിട്ട് രോഗിക്ക് പോകുന്നുണ്ടോ, ചികിത്സയുടെ പ്രയോജനം കിട്ടുന്നുണ്ടോ എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയിട്ട് അതിന് കഴിഞ്ഞില്ല എങ്കിൽ മാറ്റങ്ങൾ അവിടെ വീണ്ടും ആവശ്യമാണ്. അപ്പോൾ അതിന് വ്യക്തമായ ആ ചികിത്സാ നിർദ്ദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു 3-4 മാസത്തെ കാലയളവിലായിരിക്കും ആ ഒരു ചികിത്സ ഫലപ്രദമാണോ അല്ലയോ എന്നുള്ളത് നോക്കുന്നത്. രോഗിക്കും കൂടെ അനുയോജ്യമായ രീതിയിൽ നമ്മൾ ഈ പറയുന്ന ഷെയർഡ് ഡിസിഷൻ മേക്കിങ്ങിൽ എടുക്കുന്നത്. അല്ല എങ്കിൽ അതിന് മാറ്റം വരുത്തി പോകണം. അതുതന്നെയാണ് ഈ പുതിയ ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈനിൽ പറയുന്നത്. അതുപോലെ ഈ ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈനിൽ വേറൊരു പ്രധാന വസ്തുതയും കൂടെ പറയുന്നുണ്ട്, അതായത് ടെക്നോളജി. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന ഈ ക്യാമറകളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ടെക്നോളജി ഇല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അതിന് സമാനമായിട്ട് പ്രമേഹ രോഗ ചികിത്സയിൽ മരുന്നുകൾ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ വിജയസാധ്യത വളരെ കുറവാണ്, 5% താഴെയുള്ളൂ. വിജയശതമാനം നമുക്ക് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സാങ്കേതിക വിദ്യ കൂടി പ്രയോജനപ്പെടുത്തണം. ഏതൊക്കെ സാങ്കേതിക വിദ്യകളാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്? അതും സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറ്റൂ അല്ലേ. ഏതൊക്കെയാണ് ഗീതു? നമുക്ക് ഇപ്പോൾ ബ്ലഡ് ഷുഗർ ഇപ്പം പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് ലാബുകളിൽ പോയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിനുശേഷം എല്ലാവരും ഗ്ലൂക്കോമീറ്റേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് വീട്ടിലിരുന്ന് തന്നെ രക്തപരിശോധന നടത്താൻ പറ്റും. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് പോലുള്ള ഡിവൈസസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് രോഗിക്ക് ഇപ്പം ഇടവേളകളിൽ കൃത്യസമയത്ത് രക്തത്തിലെ ബ്ലഡ് ഷുഗർ പരിശോധിക്കാൻ സാധിക്കാത്തവർക്ക് ഇതുപോലുള്ള കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് ഡിവൈസസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അവർക്ക് സ്വയം തന്നെ അത് നമുക്ക് നോക്കാനും അതിനനുസരിച്ച് അവർക്ക് വേണ്ട തീരുമാനങ്ങൾ എടുക്കാനും മരുന്നുകളിലും അല്ലെങ്കിൽ ആഹാരക്രമത്തിലൊക്കെ മാറ്റം വരുത്താനും ഒക്കെ ഒരുപാട് സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് BP, ബ്ലഡ് പ്രഷർ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് തന്നെ നമുക്ക് രോഗിക്ക് തന്നെ നോക്കാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസസ് ഇവിടെ ഉണ്ട്, അത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ ആണ് ഞാൻ പ്രധാനമായിട്ടും ഇപ്പോൾ ഡയബറ്റീസ് നമ്മൾ ചികിത്സയിൽ അത്യാവശ്യം ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഗ്ലൂക്കോമീറ്ററോടൊപ്പമുള്ള മൊബൈൽ ഫോൺ ആപ്പ് ഉപയോഗിക്കാം അല്ലേ. അത് ഇപ്പോൾ മൈ ഷുഗർ പോലെയുള്ള ആപ്പിലാണ്, ഇതെല്ലാം ഫ്രീ ആണ്. ആപ്പിലാണെങ്കിൽ ഭക്ഷണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരും, ഇൻസുലിൻ, ഗുളികകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ ഉപയോഗിക്കുന്നവർക്കും അതിലൂടെ തന്നെ അത് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ടെക്നോളജി ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ ടെക്നോളജിയിലുള്ള ആ ഒരു കോച്ചും കൂടെ, അതിലൊരു പെൺകുട്ടിയോ ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ കാണും അല്ലേ. റിമൈൻഡേഴ്സാണ് അത്. നമുക്ക് ബോറടിക്കാത്ത വിധത്തിൽ നമുക്ക് നടക്കാൻ സമയമായി, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ സമയം, ഇൻസുലിൻ എടുക്കേണ്ട ഡോസ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രമേഹ രോഗിക്ക് രോഗചികിത്സ വിജയിക്കുന്നതിന് ഒരാൾ കൂടെ വേണം അല്ലേ. ആ ആൾ എന്ന് പറയുന്നത് വീട്ടിലുള്ള ഒരാൾ എപ്പോഴും ഉണ്ടെന്ന് വരില്ല. കാരണം ആ വീട്ടിൽ ചിലപ്പോൾ സംരക്ഷിക്കേണ്ട ആൾ രോഗിയായി പോകും. അപ്പോൾ ടെക്നോളജിയുടെ ഒരു അസിസ്റ്റൻസ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഗീതു പറഞ്ഞത്, ഇപ്പോൾ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്, തുടർച്ചയായ ഗ്ലൂക്കോസ് നിരീക്ഷണ പദ്ധതി 14 ദിവസം ഉപയോഗിക്കണം, അത് വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും വേണം.
ടൈപ്പ് 1 ഡയബറ്റീസിലാണെങ്കിൽ അത് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം മാനദണ്ഡങ്ങളാണ്. ചികിത്സാ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് 100% ചികിത്സ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. പക്ഷേ ഈ ചികിത്സാ മാനദണ്ഡങ്ങൾ നമുക്ക് പറ്റില്ലല്ലോ. നമ്മുടെ രോഗികളിൽ അത് നമുക്ക് പ്രയോഗിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ് വായിക്കുകയായിരുന്നു, ഒരു ഡോക്ടറുടെ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ. ഒരു സർക്കാർ ഡോക്ടറെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ഒരു സമരം നടന്ന സ്ഥലത്ത്, ഒരു ആക്രമണം നടന്ന സ്ഥലത്ത് ഒരു ഡോക്ടർക്ക് ഒരു രോഗിയെ കാണാൻ കിട്ടുന്നത് ശരാശരി 1 മിനിറ്റിലും താഴെയാണെന്ന്. നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു രോഗിയെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ അടുത്തിരുത്തി പഠിപ്പിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് കൊടുക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ 1 മിനിറ്റ് മാത്രം ഒരു രോഗിയെ ചികിത്സിക്കാൻ കിട്ടുന്ന ഇടങ്ങളിൽ നമുക്ക് ചികിത്സാ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഒരു കാരണവശാലും പാലിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഇടങ്ങളാണ് ഏകദേശം 99.99% സ്ഥലങ്ങൾ. കാരണം രോഗികളുടെ എണ്ണം അത്ര കൂടുതലാണ്. അപ്പോൾ ഈ ഈ ഡയബറ്റീസ് പ്രാക്ടീസ് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ചികിത്സാ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ കഴിയുന്നതാണോ, അത് റിയലിസ്റ്റിക് ആണോ, എന്ത് തോന്നുന്നു അരുശങ്കൻ എത്രത്തോളം സാധിച്ചിട്ടുണ്ട്? ബോധവൽക്കരണം അല്ലെങ്കിൽ പ്രമേഹ ചികിത്സയ്ക്കുള്ള ആ വിദ്യാഭ്യാസം നൽകുന്നതിൽ മാത്രമേ നമുക്കിത് വിജയിക്കാൻ കഴിയുകയുള്ളൂ. എന്താണ് ഉപയോഗിക്കാൻ പോകുന്നതെന്നുള്ളത് രോഗി മനസ്സിലാക്കിയാൽ പറ്റുള്ളൂ. ഇന്ന് നമ്മളുടെ മുന്നിൽ വരുന്ന രോഗികൾ പലരും അല്ലെങ്കിൽ നല്ലൊരു ശതമാനം പേരും ഇന്ന് അവർക്ക് എല്ലാം അറിയാൻ കഴിയുന്ന ഒരു സാധ്യതയുള്ളതുകൊണ്ട് പല കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി വരുന്നവരാണ്. എന്നാൽ പോലും ഇതിൻ്റെ സാങ്കേതികത അല്ലെങ്കിൽ ശാസ്ത്രീയം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്ത് അത് മനസ്സിലാക്കി രോഗിയെ കൊണ്ടോ അല്ലെങ്കിൽ രോഗിയുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡറോ മനസ്സിലാക്കി പോകുന്നെങ്കിൽ മാത്രമേ അത് വിജയകരമായി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഞാൻ ആ സമയത്ത് തന്നെ ഒരു ചോദ്യം ചോദിക്കാൻ വരികയായിരുന്നു സാറിൻ്റെ അടുത്ത്. ഇപ്പോൾ ഇത്രയും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെ നമുക്ക് പ്രമേഹ ചികിത്സ തുടരുന്ന വേളയിൽ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കണക്റ്റഡ് ആപ്സ് വഴി നമുക്ക് ഗ്ലൂക്കോമീറ്റർ യൂസ് ചെയ്യാം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും സാറിന് എന്താണ് തോന്നുന്നത്? ഈ ടെക്നോളജി എത്രത്തോളം വിജയകരമായ രോഗികൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ശതമാനം പേർക്ക് അത് നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്, ചികിത്സയിൽ അത് എത്ര ഫലം കാണുന്നു എന്നാണ് സാറിന് പറയാൻ പറ്റുന്നത്? എനിക്കൊന്നിപ്പോൾ നമ്മൾ ഇവിടെ ടെലിമെഡിസിൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ 26 വർഷമായി, അല്ലേ? നമ്മുടെ ചികിത്സയിൽ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്ങും അതുപോലെ സാങ്കേതികവിദ്യയൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടും 10-18 വർഷങ്ങളായി. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആ ചികിത്സാ വിജയം എന്ന് പറയുന്നത് ഏകദേശം 90%. പക്ഷേ നമ്മളിത് എടുത്തു പറയാതിരിക്കുന്നതിൻ്റെ കാരണം അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് നമ്മൾ ഈ ചികിത്സാ വിജയം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. രോഗികളുമായിട്ട് ഒരുപാട് സമയം ചെലവഴിച്ചും അവരുടെ ചോദ്യങ്ങൾക്ക് 24 മണിക്കൂർ മറുപടി പറഞ്ഞും 24 hours നമ്മൾ അതിനുവേണ്ടിയുള്ള ടെലിഫോൺ സർവീസസ് അവർക്ക് കൊടുത്തുകൊണ്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ചികിത്സാ വിജയം എനിക്ക് തോന്നുന്നത് ഒരു 90% ഉറപ്പിക്കാൻ സാധിക്കും.